ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു, ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിതുവരെയ്ക്കൊരു വ്ളോഗ് എടുത്ത് കാണിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഈവനിങ്ങിൽ നമ്മൾ വീട്ടിലെന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. എല്ലാവരുടെയും വീട്ടിലുള്ളതുപോലെ നമ്മൾ കോഫി, ടീ ഇതൊന്നും നമ്മൾ കഴിക്കില്ല. നമ്മൾ കട്ടൻ കാപ്പിയാണ് കുടിക്കുന്നത്. അപ്പോൾ കട്ടൻ കാപ്പിയും കുടിച്ച് നമുക്കൊരു ഈവനിങ് സ്നാക്സ് കൂടെ ഉണ്ടാക്കാം. കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയാലോ? നമുക്ക് പഴംപൊരി ഉണ്ടാക്കി കട്ടൻ കാപ്പിയും കുടിക്കാം. ശരി, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ അടുത്ത് തന്നെ ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതിൽ ആ ബെൽ ഐക്കണിൽ ഞെക്കുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ആ ഓൾ കൊടുക്കുമ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുന്നത്. അപ്പം അതും കൂടെ ചെയ്തിട്ട് എൻ്റെ ചാനലൊന്ന് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ എല്ലാവരും പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഞാനും പഴംപൊരി ഉണ്ടാക്കുന്നത്. മൈദയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചിലർ ഗോതമ്പിലുണ്ടാക്കും. ഞാനിവിടെ മൈദയിൽ തന്നെയാണ് മിക്കവാറും പ്രിപ്പയർ ചെയ്യാറുള്ളത്. അപ്പം മൈദപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കളറിനാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര ഇടും. പിന്നെ ഞാൻ കുറച്ച് റവയും കൂടെ ആഡ് ചെയ്യും. കാര്യം ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഫുൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പം ഞാനത് മൊത്തം ഇതിൽ കാണത്തില്ല. ഞാൻ അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വെള്ളം ഒഴിച്ച് നല്ല ബാറ്ററാക്കിയിട്ട് പഴം കട്ട് ചെയ്തിടും. മഞ്ഞൾപ്പൊടി ഇട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയി. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ ഒഴിച്ചു. എണ്ണയിലോട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ പഴംപൊരി ഓരോ പഴമായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് തിരിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കോരി മാറ്റി വെക്കും. അപ്പം ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. നിങ്ങളവിടെ മഴ പെയ്യുന്നുണ്ടോ? കാര്യം ഈ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല പരിപ്പ് വടയും പഴംപൊരിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. അല്ലാതെയും ടേസ്റ്റാണ്. മഴ പെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ ചൂട് കാപ്പിയൊക്കെ കുടിച്ചിരിക്കാൻ ഒരു വൈബാണ്. അപ്പോൾ ഞാനിവിടെ കട്ടൻ ഇടുവാണ്. എല്ലാവരും കട്ടൻ കാപ്പി കുടിക്കുമെങ്കിലും ഇങ്ങനെയും കൂടെ ഒന്ന് കുടിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. കുറച്ച് വെള്ളത്തിൽ, നമുക്ക് ആവശ്യമുള്ള വെള്ളത്തിൽ ഒരു പട്ട, ഗ്രാമ്പു, പിന്നെ ഞാൻ കുറച്ച് പുതിന ഇലയും കൂടെ ഇടുന്നുണ്ട്. പുതിന ഇല ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം ഞങ്ങളിവിടെ ഷുഗർ ഇല്ലാതെയാണ് കട്ടൻ കുടിക്കുന്നത്. അപ്പം മധുരം ഇല്ലാതെ കുടിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു മസാല ചായ പോലെയൊക്കെ ഒരു ടേസ്റ്റാണ്. പുതിന ഇലയുടെ മണം ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഈവനിങ് സ്നാക്സും ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളവിടെ മഴയുണ്ടോ? നിങ്ങൾ കാപ്പിയും സ്നാക്സും ഒക്കെ കുടിച്ചോ? അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്. താങ്ക് യു.